അസ്സലാമലൈക്കും. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തൂതിത്ത ഹബീബുള്ള മംഗകൾ കുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തൂതിത്ത ഹബീബുള്ള മംഗകൾ കുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവാദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതുമടക്കുന്നു. പഴുതൊന്നടക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പുഞ്ഞൂടൻ കാലിൽ കടിക്കുന്നു, മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയല്ല, സിദ്ദീഖിൻ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്തു റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് നെട്ടിയുണർന്നൊന്നു നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്നു ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പുരട്ടി നബി. സിദ്ദീഖിൻ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തൂതിത്ത ഹബീബുള്ള മംഗകൾ കുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്.